ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായ പാവയ്ക്ക തീയലാണ്. ഈ രീതിയിൽ അധികം കയ്പില്ലാതെ പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്ത് ചൂടാക്കുക. എണ്ണ ഉപയോഗിക്കേണ്ടതില്ല. അതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. നിറം മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലാത്ത പക്ഷം അത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇത് നിറം മാറാൻ തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വേവിക്കുക. ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റ് നേരം തണുപ്പിക്കാൻ മാറ്റി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. 1.5 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം കൈപ്പക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, 1 സവോള നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ചെറുതായി ഗോൾഡൻ നിറമാകുമ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം 2 വറ്റൽമുളക് പകുതിയായി മുറിച്ചത്, 1.5 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുവെ കീറിയത് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നന്നായി ഇളക്കുക. ഇത് വീണ്ടും 3 മിനിറ്റ് നേരം വഴറ്റുക. 3 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. അതിനുശേഷം 1/4 കപ്പ് പുളി അലിയിച്ച വെള്ളം ചേർക്കുക. ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. 1.5 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർക്കുക. ഗ്രൈൻഡർ ജാർ 1/4 കപ്പ് വെള്ളത്തിൽ കഴുകി അതിലേക്ക് ചേർക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ച പാവയ്ക്ക ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. 5 മിനിറ്റിന് ശേഷം മീഡിയം കട്ടിയുള്ള ഗ്രേവി നമുക്ക് ലഭിക്കും. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല രുചികരമായ പാവയ്ക്ക തീയൽ തയ്യാറായിട്ടുണ്ട്. ഒരു പ്രത്യേക രുചി തന്നെയാണ് പാവയ്ക്ക തീയലിന്. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ അധികം കയ്പില്ലാതെ പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.